സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ഗെയിമേഴ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് GTA San Andreas തന്നെയാണ്. ഓക്കെ, ഇന്നലെ നമുക്കാണെങ്കിൽ ഒരു ബുക്കാട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്കാണെങ്കിൽ ആ കാർ കൊടുത്തപ്പോൾ ബുക്കാട്ടി കിട്ടിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 3 കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മറ്റേ ഒരു BMW വിൽക്കാനെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മറ്റേ 2 പേർക്ക് ഇരിക്കാവുന്ന BMW വിൽക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും വീഡിയോയിൽ ലൈക്ക് അടിച്ചിട്ടില്ല, ലൈക്ക് അടിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്തിട്ടില്ല, ഷെയറും ചെയ്യുക. അപ്പം നേരെ വീഡിയോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇപ്പം എന്താണ്ട് നമ്മളതിൽ നമ്മുടെ ആ ഒരു വീട്ടിലോട്ട് തന്നെ പോകുവാണ് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്കാണെങ്കിൽ ആ കാർ എടുക്കണം. ആ കാർ എടുത്തുകൊണ്ട് വിൽക്കാൻ പോവാണ്. നമ്മളപ്പം ഒരാളൊക്കെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ആ കാർ വേണോ ചോദിച്ചപ്പം എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഇനിയും ഈ വണ്ടിയും കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണം ഗൈസ്. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് അവിടുന്ന് നമ്മുടെ ആ മറ്റേ BMW പുത്തനായിട്ട് മേടിച്ച BMW അങ്ങോട്ട് വിൽക്കാൻ കൊണ്ടുപോകണം ഗൈസ്. ഓക്കെ, ഈ ഒരു പോലീസ് വണ്ടി പോകുന്നില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് ഭയങ്കര താമസം ഇതുണ്ട്, ഇറങ്ങിയാണ്. ഓക്കെ, നമുക്കായാലും നമ്മുടെ വണ്ടിയും കൊണ്ട് അതിന് വീട്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ മറ്റേ വീട്ടിലോട്ട് പോകാം. ഓക്കെ, പുള്ളി പിന്നെ ഏതാണ്ടൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നാന്നൊന്നും അറിയത്തില്ല പുള്ളി തരുന്നത്. അപ്പം ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇതുവഴിയൊക്കെയാണ് ഗൈസ്. നമ്മൾ വൈൻവുഡിൻ്റെ അവിടുത്തെ ആ ഒരു വീട്ടിലായിരുന്നു ഇപ്പോൾ ഉള്ളത്, വേറൊരു മാൻഷനിലാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ ആദ്യത്തെ വീട്ടിലോട്ട് തന്നെ പോകണം ഗൈസ്. ഓക്കെ, ആദ്യത്തെ വീട്ടിലോട്ട് അപ്പോൾ നമുക്ക് നേരെയാണ് പോകേണ്ടത് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാനാണെങ്കിൽ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മളങ്ങനെ ആ ഒരു വീട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഏതായാലും മറ്റേ ആ ഒരു കാറും കൊണ്ട് പോകണം ഗൈസ്. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മുടെ ഈ ഒരു ബുക്കാട്ടി അതിൻ്റെ അകത്തോട്ട് തന്നെ ഇടാം ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യം അതിൻ്റെ അകത്തുനിന്ന് ആ കാർ എടുക്കണം. എൻ്റെ ഈ കാർ കാത്തില്ല കണ്ട ഗൈസ്. ഓക്കെ, നമ്മളത് ഈ ഒരു BMW ആണ് ഗൈസ്. ഓക്കെ, വിൽക്കാൻ പോകുന്നത്. നമുക്ക് 4 പേരുള്ള ഒരു കാർ വേണം ഗൈസ്. ഓക്കെ, അത്യാവശ്യമായിട്ട് വേണം. 4 പേരെയും കൊണ്ടൊക്കെ പോകണമെങ്കിൽ ആ കാർ വേണം. പിന്നെ 2 പേരായിട്ട് പോകാൻ നമുക്കിപ്പം ഒരു ബുക്കാട്ടി ഉണ്ട് ഗൈസ്. ഓക്കെ, അത് മതി. ഇപ്പോൾ BMW വേണ്ട ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു BMW കൊണ്ട് നമുക്ക് പെട്ടെന്ന് അയാളുടെ അടുക്കലിട്ട് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ആ ഒരു കാറുകൊണ്ട് എടുത്ത് അകത്തോട്ട് പോകണം ഗൈസ്. ഓക്കെ, ബുക്കാട്ടും കൂടെ എടുത്ത് ഗൈസ്. നിങ്ങൾക്ക് ഇനിയിപ്പം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇപ്പം GTA San Andreas അടുത്തെങ്കിലും നമുക്ക് മൈൻക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്നാന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് അയാളുടെ അടുക്കലോട്ട് പോകണം. അയാളാണെങ്കിൽ ബീച്ചിൻ്റെ അവിടെ ഏതാണ്ടൊക്കെ നിൽക്കുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകണം ഗൈസ്. ഓക്കെ, പുള്ളിക്കാരൻ നിൽക്കുന്ന ബീച്ചിലാണ് ഗൈസ്. ഓക്കെ, ബീച്ചിൻ്റെ എവിടാണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. ബീച്ചിൻ്റെ അവിടെ ഏതാണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കപ്പം അങ്ങോട്ട് തന്നെ പോയത് ഗൈസ്. ഓക്കെ, ബീച്ചിൻ്റെ അടുത്തേലോട്ട്. പുള്ളിക്കാരനൊന്നും കറക്റ്റായിട്ട് പറഞ്ഞില്ല ബീച്ചിൻ്റെ എവിടാണ് നിൽക്കുന്നതെന്ന്. ബീച്ചിൻ്റെ അവിടെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടാണ് നമുക്ക് ബീച്ച് ഫുള്ളായിട്ട് തപ്പിപ്പെറുക്കേണ്ട വരുമെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്കായാലും പോയി നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് എത്ര രൂപ തരുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. ഓക്കെ, ഈ ഒരു വണ്ടിയൊക്കെ വിറ്റാൽ തന്നെ ഏതായാലും അങ്ങോട്ട് ചെല്ലാം ഗൈസ്. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് വിറ്റാൽ കുറച്ച് പൈസയൊക്കെ കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകാം ഗൈസ്. ഓക്കെ, തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകാം. ഓക്കെ, നമുക്ക് ഏതായാലും അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുപോകണം ഗൈസ്. പിടിച്ചാൽ ഗൈസ്. ഓക്കെ, അമ്മ ഇടിപ്പിക്കാൻ തന്നെ ഓടിപ്പിക്കുവാന്ന് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അത്യാവശ്യം സ്പീഡും ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഏതായാലും ഇനിയിപ്പോൾ വേറെ വണ്ടിയൊന്നും എടുക്കുന്നില്ല. നമ്മളേതായാലും മേടിക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഉള്ള വണ്ടിയൊക്കെ മതി ഗൈസ്. ഓക്കെ, ഇനി ഇതും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ മതി ഗൈസ്. ഓക്കെ, പുള്ളിക്കാരനൊക്കെ നമ്മൾ ബീച്ചിൻ്റെയൊക്കെ ആ ഒരു സൈഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. പുള്ളിക്കാരൻ എവിടെയാണ് നിൽക്കുന്നതെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും ഒന്ന് പുള്ളിക്കാരനെ വിളിച്ച് ചോദിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, ഇല്ല എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല, എവിടാണ് പുള്ളിക്കാരൻ നിൽക്കാമെന്നൊക്കെ പറഞ്ഞതെന്നൊന്നും അറിയത്തില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഏതായാലും
ഇവിടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഇടാം ഗൈസൊക്കെ. ഇവിടെ ഒന്ന് വണ്ടി ഇട്ടിട്ട് നമുക്ക് പുള്ളിക്കാരനെ ഒന്ന് വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഞാൻ അതിൽ ഗൈസ് അങ്ങനെ നമുക്ക് ആ പുള്ളിയുടെ ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസൊക്കെ. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ബീച്ചിൻ്റെ അവിടുത്തെ ഒരു സൈഡിലത്തെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയും കൊണ്ടായാലും അങ്ങോട്ട് പോകണം ഗൈസൊക്കെ. ഞാൻ പുള്ളിനെ വിളിച്ച് പറഞ്ഞപ്പം എവിടെയാണെന്ന് പറഞ്ഞു. ഓ ഗൈസ്, പോലീസ് സ്റ്റാർ വന്നു ഗൈസ്. ഗൈസ് നമ്മളെ പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഗൈസൊക്കെ. എത്ര വണ്ടി ഇടിച്ചാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടിയെ വലിയ ചളക്കൊന്നും ഇല്ല ഗൈസൊക്കെ. അതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തൊന്നുമില്ല ഗൈസൊക്കെ നമ്മുടെ വണ്ടി. നമുക്കതിൽ ഒരു സ്റ്റാറുണ്ട് ഗൈസൊക്കെ. ആ ഒരു സ്റ്റാർ നമുക്ക് എങ്ങനെയും കളയണം ഗൈസൊക്കെ. ഈ ഒരു സ്റ്റാർ വെച്ചാണ് നമ്മൾ ഓക്കെ, സ്റ്റാർ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കൊണ്ട് അങ്ങോട്ട് പോകണം ഗൈസൊക്കെ. ആ പുള്ളിയുടെ വീട്ടിലോട്ട് പോകണം. നമുക്കിതുവഴി അങ്ങോട്ട് കട്ട് ചെയ്ത് കയറാം. ഈ ഒരു വഴി പോകുമ്പോഴാണ് പുള്ളിയുടെ നമ്മുടെ ഫ്രണ്ടിലോട്ട് അവർ ചാടുവാണ്. ഈ ഒരു വഴി പോകുമ്പോഴാണ് പുള്ളിയുടെ വീടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞ ഗൈസൊക്കെ. ഇവിടെ എവിടാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഇട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഗൈസൊക്കെ. എനിക്കതിലും ഇവിടെ നിർത്തിയിട്ടൊന്ന് പോയി നോക്കാം ഗൈസൊക്കെ. ഏത് വീടാണെന്നൊന്നും അറിയത്തില്ല. പുള്ളി വെളിയിലിറങ്ങി നിൽക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഗൈസൊക്കെ. ഈ വീടാണോ നോക്കാം ഗൈസൊക്കെ. ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല. ഒന്ന് വന്നാൽ പിന്നെ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കാം ഗൈസൊക്കെ. ഇവിടൊക്കെ ആരും ഇല്ലെന്ന് തോന്നുന്നു ഗൈസൊക്കെ. ഒന്ന് പുള്ളി എവിടെയാണ് ഗൈസൊക്കെ ശരിക്കും ഉള്ളത്? ഒന്നും ആരും ഇല്ല. പക്ഷേ ഇവിടെ അങ്ങും ആരെയും കാണാനില്ല ഗൈസൊക്കെ. പുള്ളിനിപ്പം അവിടെ പോയി നിൽക്കുന്നതൊന്നും അറിയത്തില്ല ഗൈസൊക്കെ. ഈ വീട് വല്ലതും ആണ് ഗൈസൊക്കെ. നമുക്കതിലും അങ്ങോട്ടൊക്കെ നോക്കി വേണം പോവാൻ ഗൈസൊക്കെ. പുള്ളി പറഞ്ഞ അങ്ങേയറ്റത്തെ വീടാണ് ഗൈസൊക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വീട്ടിൽ നമ്മൾ നോക്കിയിട്ട് ഇവിടെ അങ്ങ് ആരും ഒന്നും കണ്ടില്ല ഗൈസൊക്കെ. നമുക്കാണെങ്കിലും ഒന്നുകൂടെ വിളിച്ച് ചോദിക്കേണ്ട വരുമെന്ന് തോന്നുന്നു ഗൈസൊക്കെ. ഇതൊന്നും അല്ല ഗൈസൊക്കെ. ഇതൊക്കെ നമ്മുടെ വീടാണ് ഗൈസൊക്കെ. ഇത് നമ്മുടെ വീടാണ്. നമുക്ക് അങ്ങനെ പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങേറ്റത്തെ വീട്ടിലായിരുന്നെന്ന് ഗൈസൊക്കെ. പുള്ളിക്കാരൻ അങ്ങോട്ട് ഇറങ്ങി നിന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ വിളിച്ചപ്പോഴേ ഇറങ്ങി നിന്നേന്നൊക്കെ. നമുക്ക് കാര്യം ചെന്ന് നോക്കാം ഗൈസൊക്കെ പുള്ളിക്കാരനെ. ഓ, ഇതാന്ന് തോന്നുന്നു ഗൈസൊക്കെ. പുള്ളിക്കാരന് നമുക്ക് നമ്മുടെ കാറും എടുക്കാം ഗൈസൊക്കെ. പുള്ളിക്കാരനാണ് മാറിപ്പോകുന്നത് ഗൈസ്. ഈ പുള്ളിക്കാരൻ മാറിപ്പോവാണ് ഗൈസൊക്കെ. നമ്മളായാലും ചെന്ന് സംസാരിക്കാം ഗൈസൊക്കെ പുള്ളിക്കാരനോട്. കേസൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞത് നമുക്ക് പൈസയല്ല തരുന്നത്, പകരം വേറൊരു വീടാണ് തരുന്നതെന്നാണ് ഗൈസൊക്കെ പറഞ്ഞത്. നമുക്ക് വീടാണ് ഗൈസൊക്കെ കിട്ടുന്ന, പൈസയൊന്നുമല്ല. അതായത് നമുക്ക് ആ വീട് കിട്ടും ഗൈസൊക്കെ. നല്ല വീടായാൽ മതിയായിരുന്നു ഗൈസൊക്കെ. നമുക്ക് ഏതായാലും വണ്ടി ഇല്ല ഗൈസൊക്കെ. നമുക്കിനിയിപ്പോൾ ഈ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തില്ല ഗൈസൊക്കെ. ഈ വണ്ടി ഇപ്പം പുള്ളിക്കാരൻ്റെ ആയി ഗൈസ്. നമുക്കേതായാലും ഇത് കുറച്ചങ്ങോട്ട് ഒതുക്കി വെച്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഞാനുള്ള പുള്ളി തന്ന ലൊക്കേഷനിലോട്ട് പോകണം ഗൈസൊക്കെ. പുള്ളി ലൊക്കേഷൻ ഇപ്പം ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എവിടെയായിരുന്നു ഗൈസൊക്കെ. നമുക്ക് ഏതായാലും ഒന്നുകൂടെ ആ പുള്ളിയോട് ചോദിച്ചു നോക്കാം ഗൈസൊക്കെ ലൊക്കേഷൻ എവിടെയാണ്. പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെക്കണം ലൊക്കേഷൻ. സോ ഗൈസ്, അങ്ങനെ നമുക്കാണെങ്കിൽ ആ ഒരു ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസൊക്കെ. ഈ ഇടവഴിയൊക്കെയാണ് ആ വീട്ടിലോട്ട് കയറി പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസൊക്കെ. ഇവിടെയാണ് പോകുന്നത്. നോക്കാം ഗൈസൊക്കെ. നല്ല വീടാണെന്ന് നോക്കാം ഗൈസൊക്കെ. എന്നിട്ട് വേണം മേടിക്കാൻ. നമുക്ക് ഏതായാലും വേറൊരു വണ്ടിയൊക്കെ അവിടെ കിടന്ന് കിട്ടിയെന്ന് ഗൈസൊക്കെ. നമ്മളപ്പോൾ ആ ഒരു വണ്ടിയൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നതൊക്കെ ഗൈസൊക്കെ. ഈ ഒരു വീടാണോ ഗൈസൊക്കെ? ഈ വീടാണോ ഗൈസ്? ഇവിടെ കാറൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ നിന്നാൽ നമുക്ക് നല്ല താഴോട്ടൊക്കെയുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും. എന്നാലും ഈ ചെറിയ വീടാണ് ഗൈസൊക്കെ. വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലേ വേണ്ടെങ്കിൽ വേണ്ടെന്ന് കേട്ടോ ഗൈസൊക്കെ. നമുക്കിവിടെ ഷവലൊക്കെ കിട്ടുന്നുണ്ട്. ഇതന്നെ ഗൈസ് ഇവിടെ കുഴിച്ചൊക്കെ ഇട്ടിരിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഗൈസൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഏതാണ്ട് കേസായിട്ട് കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസൊക്കെ. ഗോസ്റ്റൊക്കെ കാണുമെന്ന് തോന്നുന്നു ഗൈസൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് വല്ലവരും കുഴിച്ചിട്ടാണെങ്കിലോ. 3 എണ്ണം ഉണ്ട് ഗൈസൊക്കെ. എല്ലാവരും കുഴിച്ചിട്ടാണ്. പിന്നെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഗൈസൊക്കെ. പഴയ വണ്ടി, അതൊക്കെ ഒന്നും കുഴപ്പമില്ല.
ഈ വീട് കണ്ടിട്ട് തോന്നുന്ന വർഷങ്ങളായിട്ട് ആരും ഉപയോഗിക്കാത്തൊരു വീടൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഈശോക്ക്, ഇവിടെ ഒരു കാറ് കിടപ്പുണ്ട് ഈശോക്ക്. ഏതാ മസ്താങ്ക് അല്ലേ ഈശോക്ക് ഇത്? അവിടെ ഒരു കാറൊക്കെ കിടപ്പുണ്ട് ഈശോക്ക്. നമുക്ക് അങ്ങനെയാണ് ഈശോക്ക് ഈ ഒരു വീട് എടുക്കണോ ഗൈസ്? ഈ വീട് നമുക്കതോ പുള്ളിയെ വിളിച്ച് വേറെ ഏതെങ്കിലും വീടുണ്ടോ എന്ന് ചോദിക്കണം ഈശോക്ക്. എനിക്കറിയത്തില്ല ഈശോക്കെ. വീട്ടിൽ നമ്മളിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ ഈശോക്ക്. ഇല്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരെ ആരിലൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് താമസിക്കണം ഈശോക്ക്. നമുക്കിവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കാണും ഈശോക്കെ. ഗോസ്റ്റും എല്ലാം കാണും ഗൈസ്. പക്ഷെ നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് എന്നാൽ പിന്നെ ആ ഒരു വീടൊക്കെ തന്നെ എടുക്കാം ഗൈസ്. ഓക്കെ, ഏതായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പുള്ളിയെ വിളിച്ച് പറയാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടൊക്കെ തന്നെ എടുക്കാം ഗൈസ്. ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഗൈസ്. ഒക്കെ ഏതായാലും എടുക്കാം ഗൈസ്. ഒക്കെ പുള്ളിയുടെ കയ്യിൽ ഏതെങ്കിലും ഈ വീട് മാത്രമേ ഉള്ളെങ്കിലോ. ഓക്കെ, ഈ ഒരു വണ്ടി നമുക്ക് ഇവിടോട്ട് കൊണ്ടിടാം ഗൈസ്. ഒക്കെ ഈ ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. ഒക്കെ ഇതുപോലത്തെ ഒരു വണ്ടി മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഗൈസ്. ഒക്കെ പക്ഷേ നമുക്ക് കുറേ വണ്ടിയുണ്ട് ഗൈസ്. ഒക്കെ അതുകൊണ്ട് ഈ വണ്ടി മേടിക്കാം. നമുക്ക് ഗ്യാങ്ങിന് വേണ്ടിയിട്ടൊരു വണ്ടി അങ്ങോട്ട് മേടിക്കാം. അപ്പം ഈ ഒരു വണ്ടിയൊക്കെ മേടിക്കാം. പിന്നെ പഴയിലൊക്കെ മേടിക്കും ഈ ഒരു വണ്ടി. അപ്പം നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഒക്കെ ഇവിടെ പിന്നെ ഒരു മസ്താങ്കൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഇതൊക്കെ ആരുടെ ആണെന്നൊന്നും അറിയത്തില്ല. നമുക്കില്ല ഈ ഒരു മസ്താങ്കൊക്കെ എടുത്തോണ്ട് പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ മറ്റേ പഴയ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ആരുടെയാണെന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ ഷവരൊക്കെ ഉണ്ട് ഗൈസൊക്കെ. ഇതൊക്കെ എന്തുവാന്ന് ഗൈസൊക്കെ അറിയാത്തത് ഗൈസൊക്കെ. 3 അങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്താണെന്നൊന്നും അറിയത്തില്ല നമുക്ക്. ഇപ്പം വല്ലോ ആത്മാക്കളും കുഴിച്ചിട്ടാണോ ഗൈസൊക്കെ? വല്ലവരെയും കുഴിച്ചിട്ടാണോ? പിന്നെ ശവലും ഉണ്ട് ഗൈസൊക്കെ. എന്താണെന്നൊന്നും അറിയത്തില്ല ഗൈസൊക്കെ എനിക്ക്. ജസ്റ്റ് നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസൊക്കെ. ശരിക്കും ഇതെന്നാന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസൊക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വീട്ടിലൊക്കെ തന്നെ ഇരുന്നാൽ മതി ഗൈസൊക്കെ. അവിടെ കണ്ടിട്ട് ഇതെന്തോ ഗൈസൊക്കെ, ഇവിടെ വെടിവെപ്പൊക്കെ നടന്ന പോലെ ഉണ്ട് ഗൈസൊക്കെ. നീ വീട് എടുക്കണോ ഗൈസൊക്കെ? ഇവിടെ വെടിവെപ്പൊക്കെ നടന്ന പോലെ ഉണ്ട് ഗൈസൊക്കെ. എന്നാന്നൊന്നും അറിയത്തില്ല. അപ്പം നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിക്കുക ഗൈസൊക്കെ. അപ്പം ഷെയർ ചെയ്യുക ഗൈസൊക്കെ. ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും ഈ വീട്ടിൽ താമസിക്കാം ഗൈസൊക്കെ. ഒന്ന് താമസിച്ച് നോക്കാം എന്തായാലും സംഭവിക്കുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഗൈസൊക്കെ. അപ്പം ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് അടിക്കുക ഗൈസൊക്കെ. അത് ഷെയർ ചെയ്തിട്ടില്ല ഷെയറും ചെയ്യുക. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാ മച്ചന്മാർക്കും ബൈ ഗൈസൊക്കെ. അപ്പം അടുത്ത ദിവസം കാണാം ഗൈസ്.